ജമ്മുവിലെ സാംബയിലും അഖ്നൂരിലും പാക് ഡ്രോണുകൾ കണ്ടെത്തി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകളെ തകർത്തു. പിന്നാലെ സാംബയിലും അമൃത്സറിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലഗോപാൽ, കഴിഞ്ഞ മിനിറ്റുകളിൽ വീണ്ടും ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടോ അതോ ആദ്യ നിരയിൽ വന്നവ മാത്രമാണോ? ആദ്യ നിരയിൽ കണ്ട ഡ്രോണുകൾ മാത്രമാണ് ഇപ്പോഴും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ജമ്മുവിലെ സാംബയിലാണ് ഈ ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നത്. ഏതാണ്ട് 20ഓളം ഡ്രോണുകളാണ് കണ്ടെത്തിയിരുന്നത്. തുടർന്ന് ആ ഡ്രോണുകൾ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു എന്ന റിപ്പോർട്ടുകളാണ് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് കരസേന വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ ജമ്മുവിലെ തന്നെ അഖ്നൂറിന് സമീപത്തും ഈ ഡ്രോണുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അവിടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ഡ്രോണുകൾ വെടിവെച്ചിടുകയും ചെയ്തിട്ടുണ്ട്. അമൃത്സർ, ഹോഷിയാർപൂർ, പത്താൻകോട്ട് തുടങ്ങിയ മേഖലകളിൽ നിലവിൽ ഈ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ ഹോഷിയാർപൂരിൽ ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇത് സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും നിലവിൽ ഈ പ്രദേശങ്ങളിലും ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആളുകളോട് വീടുകളിൽ തന്നെ തുടരുവാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ജനൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വീടിന്റെ ഈ മുറികളുടെ ജനലിന്റെ അടുത്തേക്ക് ബാലഗോപാൽ, തിരികെ എത്താം. ഇപ്പോൾ അമൃത്സറിലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ പ്രതികരണം ലഭ്യമാണ് ഈ സംഭവത്തിൽ. അതിലേക്ക് इंडियन आर्मी ਵੱਲੋਂ ਸੰਕੇਤਾਂ ਅਨੁਸਾਰ ਅਸੀਂ ਪਾਰਸ਼ੀਅਲ ਬਲੈਕਆਊਟ ਘੋਸ਼ਿਤ ਕਰ ਰਹੇ ਹਾਂ। ਦਸੂਹਾ ਅਤੇ ਮੁਕੇਰੀਆਂ ਵਾਲੇ ਇਲਾਕੇ ਦੇ ਵਿੱਚ ਅਸੀਂ ਕੁਝ ਦੇਰ ਲਈ ਬਲੈਕਆਊਟ ਪੂਰੀ ਤਰ੍ਹਾਂ ਪਿੱਛੇ ਤੋਂ ਸਪਲਾਈ ਬੰਦ ਕਰਕੇ ਕਰ ਰਹੇ ਹਾਂ। ਬਾਕੀ ਸਾਰੇ ਹੁਸ਼ਿਆਰਪੁਰ ਨਿਵਾਸੀਆਂ ਨੂੰ ਮੇਰੀ ਪੁਰਜ਼ੋਰ ਬੇਨਤੀ ਹੈ ਕਿ ਆਪਣੇ ਵੱਲੋਂ ਵੋਲੰਟਰੀ ਬਲੈਕਆਊਟ ਕੀਤਾ ਜਾਵੇ। ਜਿੱਥੇ ਤੱਕ ਹੋ ਸਕੇ ਲਾਈਟਾਂ ਬੰਦ ਰੱਖ ਕੇ ਘਰਾਂ ਦੇ ਅੰਦਰ ਰਿਹਾ ਜਾਵੇ, ਸੇਫ ਰਿਹਾ ਜਾਵੇ। ਕੋਈ ਪੈਨਿਕ ਵਾਲੀ ਗੱਲ ਨਹੀਂ ਹੈ, ਲੇਕਿਨ ਅਸੀਂ एहतियात ਦੇ तौर ਤੇ ਇਹ പ്രിക്കോഷൻ ਲੈ ਰਹੇ ആ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നതാണ്. ഏകദേശം 15-20ഓളം ഡ്രോണുകളുടെ ഒരു സംഘമാണ് ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന് എത്തിയത്. അതിനെ തകർക്കാൻ സേനയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. വെടിനിർത്തൽ കരാർ ലംഘനം നിരന്തരം തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്കായിരുന്നു DGMOമാരുടെ യോഗമുണ്ടായത്. അതിൽ പാകിസ്ഥാൻ്റെ ഈ പ്രകോപനത്തിന് ശക്തമായ താക്കീത് ഇന്ത്യ നൽകിയതാണ്. പക്ഷേ വീണ്ടും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് എന്നത്തെയും പോലെ വാക്ക് പാലിക്കാത്ത ആ പ്രവൃത്തി തുടരുകയാണ്. ബാലഗോപാൽ വീണ്ടും ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഇത് എത്ര ദിവസം ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം? ഇന്നത്തെ DGMO തലത്തിലുള്ള ചർച്ചയിൽ ഉണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന്, രണ്ട് രാജ്യങ്ങളും, അതായത് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ഒരു ഉണ്ട പോലും, ഒരു വെടി പോലും വെക്കില്ല എന്നും ഈ പരമാവധി വെടിനിർത്തൽ കരാർ, പരമാവധിയല്ല പൂർണ്ണമായും വെടിനിർത്തൽ കരാർ നടപ്പിലാക്കും എന്നുമായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. അത് സംബന്ധിച്ചൊരു ധാരണ ആയതിനു ശേഷമാണ് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രകോപനം ഉണ്ടാകുന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് പാകിസ്ഥാൻ ഒരു ഭാഗത്ത് പറയുന്നതല്ല, മറുഭാഗത്ത് അവർ ചെയ്യുന്നത് എന്നതാണ് ഈ ഇപ്പോൾ സമീപകാല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇരന്ന് വാങ്ങിയ ഈ വെടിനിർത്തൽ കരാർ, അതായത് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് പല ലോകരാജ്യങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ ഇടപെട്ട് ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയതിനു ശേഷവും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള പ്രകോപനം ഇപ്പോൾ തുടരുകയാണ്. നിലവിൽ പക്ഷേ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ കവചം അല്ലെങ്കിൽ സംവിധാനം അത്രയ്ക്ക് ശക്തമാണ്. ഈ പാകിസ്ഥാന്റെ ഈ ഡ്രോണുകളൊക്കെ അവർ അയക്കുന്നു, ഇന്ത്യ വെടിവെച്ചിടുന്നു. അതാണിപ്പോൾ അതിർത്തികളിലെ ചില മേഖലകളിലെങ്കിലും നടക്കുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടു. എല്ലാത്തിനെയും വെടിവെച്ചിട്ടിട്ടുണ്ട്. പക്ഷേ